മാളവള്ളിപ്പുറം തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിൽ യുവാക്കൾക്കെതിരെ പോലീസ് നടത്തിയ ലാത്തിപ്രയോഗം CPM-നെ പിടിച്ചുലയ്ക്കുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ ഡിവൈഎഫ്ഐക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കണമെന്ന് ഏരിയ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നതായി സൂചന. പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിയിലെ ചില നേതാക്കൾ സ്വീകരിക്കുന്നതെന്നും ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നു. മാളപ്പള്ളിപ്പുറം പള്ളിയിൽ ഗാനമേളയിൽ ഡാൻസ് കളിച്ചതിന് പോലീസ് ലാത്തിചാർജ് നടത്തിയ സംഭവം വിവാദമായിരിക്കെ സംഭവത്തിൽ പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM നേതൃത്വം സ്വീകരിക്കുന്നതെന്നാണ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത്. സംഭവത്തിൽ പരസ്യപ്രതികരണം നടത്തിയ DYFI നേതാക്കളെ തള്ളിപ്പറയുന്ന നിലപാടാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ചത്. മാള പോലീസ് SHOയെ സംരക്ഷിക്കുക എന്ന പ്രഖ്യാപിത നിലപാടാണ് CPM ഏരിയ കമ്മിറ്റി സ്വീകരിക്കുന്നതെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ഗാനമേളയിൽ വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരനും ഉൾപ്പെടെ നിരവധി പേർക്ക് മർദ്ദനമേറ്റതായി പരാതി ഉയർന്നിട്ടും പോലീസിനെ തള്ളിപ്പറയാൻ CPM നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ യുവാക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ DYFI നേതാവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ഇന്ന് ചേർന്ന ഏരിയ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുൻ സെക്രട്ടറി MM വർഗീസ് എന്നിവർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ചില പാർട്ടി അംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചതായി അറിയുന്നത്. ഇതോടെയാണ് ഒരു വിഭാഗം നേതാക്കൾ ഇതിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. മാള പോലീസ് SHOയെ സംരക്ഷിക്കുകയും പാർട്ടി പ്രവർത്തകരെ അകറ്റുകയും ചെയ്യുന്ന നടപടി പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നു. മുൻപും പോലീസിനെതിരെ വിമർശനം ഉയരുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് CPM മാള നേതൃത്വം ചെയ്തതെന്ന് പൊതുവെ ആക്ഷേപമുണ്ട്. എന്തായാലും DYFI നേതൃത്വത്തെ ശാസനയിൽ ഒതുക്കി പ്രശ്നം അവഗണിക്കാനാണ് CPM തീരുമാനം എന്നറിയുന്നു. മീഡിയ ടൈം, മാള.